ഹായ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കുറച്ച് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ആണ്. ഫെസ്റ്റിവൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗങ്ങളാണ്. ഫെസ്റ്റിവൽസിനെ പല ടൈപ്പിൽ നമുക്ക് ഫെസ്റ്റിവൽസ് കാണാം. പല സ്റ്റേറ്റുകളിലെ ഫെസ്റ്റിവൽ, കൾച്ചറൽ ഫെസ്റ്റിവൽ, മതപരമായ ഫെസ്റ്റിവൽ, ട്രൈബൽ ഫെസ്റ്റിവൽ, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഫെസ്റ്റിവൽസ് കാണാൻ പറ്റുന്നത്. സോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ മതപരമായി വരുന്ന കുറച്ച് ഫെസ്റ്റിവൽസ്, അതും ഈ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ? ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ആണ്. സോ ഹിന്ദു മതമായി നമുക്ക് പ്രധാനമായി ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് എല്ലാം റിലേറ്റ് ചെയ്ത് വരുന്നത് ശക ഇറ, നമ്മുടെ ശകവർഷം കലണ്ടർ ബേസ് ചെയ്താണ്. ശകവർഷം നമുക്കറിയാം, ശകവർഷം അഥവാ ഹിന്ദു കലണ്ടർ എന്ന് നമ്മൾ പറയും അല്ലെ. ഇന്ത്യയുടെ നാഷണൽ കലണ്ടറാണ് ഏത്? ശകവർഷം. ശകവർഷം ആരംഭിച്ചത് AD 78 ശകവർഷം AD 78 ഈ ഒരു കലണ്ടർ പുറത്തിറങ്ങിയത്. നമ്മുടെ അന്നത്തെ രാജാവായ കനിഷ്കൻ, കുശന വംശത്തിലെ കനിഷ്കനാണ് AD 78 ശകവർഷം പുറത്തിറക്കിയത്. ഇതാണ് ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ അഥവാ ഹിന്ദു കലണ്ടർ എന്ന് പറയും അല്ലേ. സോ ഈ കലണ്ടറിൽ നമുക്കറിയാം 12 മാസങ്ങളുണ്ട് അല്ലേ. 12 മാസം ഏത് കലണ്ടറിലും ഉണ്ട്, ശകവർഷത്തിലും ഉണ്ട് അല്ലേ. ശകവർഷത്തിലെ ഫസ്റ്റ് മാസം ഏതാണ്? അത് ചൈത്രം. ശകവർഷത്തിലെ ഫസ്റ്റ് മാസം ചൈത്രവും 12ാമത്തെ മാസം ഏതാണ്? ഫൽഗുനയുമാണ്. ഫൽഗുനം കേട്ടാ, ചൈത്രം മുതൽ ഫൽഗുനം വരെ ഫസ്റ്റ് മാസം ചൈത്രവും 12ാമത്തെ മാസം ഏതാണ്? ഫൽഗുനവുമാണ്. അങ്ങനെ 12 മാസങ്ങളാണ് ഏതിൽ വരുന്നത്? ശകവർഷത്തിൽ വരുന്നത്. എത്ര മാസം? 12 മാസം. അപ്പം അതിനെയാണ് നമ്മൾ ഹിന്ദു കലണ്ടർ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പം ആ കലണ്ടർ ബേസ് ചെയ്താണ് ഹിന്ദുസിന്റെ ഫെസ്റ്റിവൽസ് എല്ലാം ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. സോ നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഫെസ്റ്റിവൽ അവർ തരും, ഏത് മാസത്തിലാണ് ആ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ്, ഹോളി സെലിബ്രേറ്റഡ് ഓൺ ദി വിച്ച് മന്ത് ഓഫ് ഹിന്ദു കലണ്ടർ? അതായത് ശകവർഷത്തിലെ ഏത് മാസത്തിലാണ് ഹോളി ആഘോഷിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ദീപാവലി സെലിബ്രേറ്റഡ് ഓൺ ദി വിച്ച് മന്ത് ഓഫ് ഹിന്ദു കലണ്ടർ? ഹിന്ദു മാസത്തിലെ ശകവർഷത്തിലെ ഏത് മാസത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്? അങ്ങനെ ഒരു പാറ്റേൺ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. സോ നമുക്ക് പോയാലോ, ഏതൊക്കെയാണ് ഫെസ്റ്റിവൽ എന്ന്? ഓക്കെ, സോ ഞാനിതിൽ 1-2 ഫെസ്റ്റിവൽ വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ കലണ്ടർ, നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഈ കലണ്ടറിനകത്ത് നമുക്ക് 2 സ്മൈലികൾ കാണാൻ പറ്റും. 2 സ്മൈലി, 2 ചിരിച്ച സ്മൈലികൾ. പക്ഷെ അതിലൊരു സ്മൈലി നല്ല വെളുത്ത സ്മൈലി ആയിരിക്കും, ഒരു സ്മൈലി കറുത്ത സ്മൈലി ആയിരിക്കും. എന്താണ്? വെളുത്ത സ്മൈലി സൂചിപ്പിക്കുന്നത് വെളുത്ത വാവ്, ഫുൾ മൂൺ ഡേ അല്ലെ. എന്താണ്? ഫുൾ മൂൺ, പൂർണിമ എന്ന് പറയും. പൂർണിമ, ഫുൾ മൂൺ, വെളുത്ത വാവ്. ദെൻ കറുത്ത സ്മൈലി സൂചിക്കുന്നത് എന്താ? കറുത്ത വാവാണ് അല്ലെ. അമാവാസി, കറുത്ത വാവ്, അമാവാസി. അഥവാ ഇംഗ്ലീഷിൽ പറയും ന്യൂ മൂൺ. ഫുൾ മൂണും ന്യൂ മൂണും. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ പൂർണിമ, അമാവാസി എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ. ഓക്കെ, സോ ഈ ഫുൾ മൂണിലും ന്യൂ മൂണിലും ഇന്ത്യയിൽ ആഘോഷിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ഉണ്ട്. ഫുൾ മൂണിലും ന്യൂ മൂണിലും ഇന്ത്യയിൽ ആഘോഷിക്കുന്ന. സോ ഇതിൽ 1-2 ഫെസ്റ്റിവൽ ഫുൾ മൂണിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഉണ്ട്. അതേതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിലൊന്നാണ് നമ്മുടെ ഹോളി. ഹോളി ഒരു ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാണ്. ഹോളി എന്താണ്? ഒരു ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവൽ ആണ്. ഹോളി ആഘോഷിക്കുന്നത് ഫൽഗുന മാസത്തിലെ പൂർണിമ നാളിൽ, ഫൽഗുന മാസത്തിലെ ഫുൾ മൂൺ ഡേയിലാണ് ഏത് ഫെസ്റ്റിവൽ? ഹോളി കേട്ടാ. അപ്പൊ ഹോളി സെലിബ്രേറ്റഡ് ഓൺ വിച്ച് മന്ത് ഓഫ് ഹിന്ദു കലണ്ടർ എന്ന് ചോദിച്ചാൽ ഏത് മാസോടാ? ഫൽഗുന പൂർണിമ. ഫൽഗുന പൂർണിമയിലാണ് നമ്മൾ എന്ത് ആഘോഷിക്കുന്നത്? ഹോളി ആഘോഷിക്കുന്നത്. ഹോളി സെലിബ്രേറ്റഡ് ഓൺ വിച്ച് മന്ത് ഓഫ് ഹിന്ദു കലണ്ടർ എന്ന് ചോദിച്ചാൽ ഫൽഗുന പൂർണിമ. ഫൽഗുന മാസത്തിലെ പൂർണിമ നാളിലാണ് എന്താഘോഷിക്കുന്നത്? ഹോളി ആഘോഷിക്കുന്നത് അല്ലെ. നമുക്ക് ഫൽഗുന അറിയാം, കലണ്ടറിലെ ലാസ്റ്റ് മന്ത് ആണ് അല്ലെ. ശകവർഷത്തിലെ അവസാന മാസമാണ് ഫൽഗുനം. അപ്പൊ അവസാന മാസത്തിലാണ് നമ്മൾ ഈ ഒരു ഹോളി ആഘോഷിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്താണ് രക്ഷാബന്ധൻ. രക്ഷാബന്ധൻ, നമ്മൾ രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത് ശ്രാവണ മാസത്തിലെ പൂർണ്ണചന്ദ്രനുള്ള ദിവസം. ശ്രാവണ മാസം ഏത് മന്ത്? ശ്രാവണ മന്ത്. അതിൽ ഫുൾ മൂൺ ഡേയിലാണ് ഏതാഘോഷിക്കുന്നത്? രക്ഷാബന്ധൻ. സോ ഇത് രണ്ടും
പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന 2 ഫെസ്റ്റിവലാണ്. ഏതൊക്കെ? ഒന്ന് ഹോളിയും 2 രക്ഷാബന്ധനും. ഹോളി എപ്പോഴാ? ഹോളി ഫൽഗുന പൂർണിമയിലും. രക്ഷാബന്ധൻ എപ്പോഴാ? രക്ഷാബന്ധൻ ശ്രാവണ പൂർണിമയിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? രക്ഷാബന്ധൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു ന്യൂ മൂൺ ഡേ ഫെസ്റ്റിവൽ പരിചയപ്പെടുത്തി തരാം. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താ? അമാവാസി അല്ലേ? അതാണ് നമ്മുടെ ദീപാവലി, നമ്മുടെ 3ാമത്തെ ഫെസ്റ്റിവൽ. അത് കാർത്തിക മാസത്തിലെ ന്യൂ മൂൺ ഡേ അമാവാസി ദിനത്താണ് എന്താഘോഷിക്കുന്നത്? ദീപാവലി. നമുക്കറിയാം ദീപാവലി നമ്മൾ എങ്ങനെ പറയും? ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്സ് എന്നാണ് പറയുന്നത് അല്ലേ? ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്. ഇപ്പൊ ഈ കഴിഞ്ഞ CSL എക്സാമിന് ചോദിച്ചതാ, ഇനി ഏത് ഫെസ്റ്റിവലിനാണ്? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്നത് ദീപാവലി. കാരണം അന്നത്തെ ദിവസം എന്താണ്? അമാവാസിയാണ്. അപ്പൊ അന്തരീക്ഷം മൊത്തം ഇരുട്ടാവും. അപ്പൊ ആ സമയത്താണ് നമ്മൾ ദീപങ്ങൾ കത്തിച്ച് വെച്ച് എന്താഘോഷിക്കുന്നത്? ദ ഫെസ്റ്റിവൽസ് ഓഫ് ലൈറ്റ്സ്, ദീപാവലി ആഘോഷിക്കുന്നത്. സോ ദീപാവലി ഒരു എന്ത് ഡേ ആണ്? ഒരു ന്യൂ മൂൺ ഡേ ഫെസ്റ്റിവലാണ്. ഏത് മാസത്തിലാണ്? കാർത്തികയിൽ. ദീപാവലിയുടെ കൂടെ തന്നെ ഒരു തവണ പഠിച്ചു വെച്ചു, ഈ ദീപാവലി ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്, ഓൾ ഇന്ത്യ ഫെസ്റ്റിവലാണ്. എന്നാൽ അതേ സമയത്ത് ഇതാ ദീപാവലി ദിവസത്തിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കാളി പൂജ എന്ന് പറയും. ദീപാവലി ഓർ കാളി പൂജ കേട്ടോ. ഒരേ ദിവസമാണ് ദീപാവലി ആഘോഷിക്കുന്ന അതേ ദിവസമാണ് കാളി പൂജ. പക്ഷെ കാളി പൂജ വെസ്റ്റ് ബംഗാളിലാണ് എന്താഘോഷിക്കുന്നത്? കാളി പൂജ ആഘോഷിക്കുന്നത്. രണ്ടും ഒരേ ദിവസമാണ് എന്ന് പറഞ്ഞാൽ കാളി പൂജയും ഏത് ദിവസമാണ്? കാർത്തിക മാസത്തിലെ ന്യൂ മൂൺ ഡേയിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? കാളി പൂജ എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ കണ്ടല്ലോ, പൂർണിമ, അമാവാസി. സോ അത് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് നമുക്ക് ആൻസറായി പറയാം. ഇനി നമുക്ക് മറ്റു കുറച്ച് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസും മാസവും നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് രാം നവമി. നമ്മുടെ രാമന്റെ ജന്മദിനം. രാം നവമി ഏത് മാസം എന്നറിയോ? ഫസ്റ്റ് മാസം ചൈത്രത്തിലാണ്. ഫസ്റ്റ് മന്ത് അല്ലേ ചൈത്രം? ചൈത്രം പറഞ്ഞാൽ കലണ്ടറിലെ ഫസ്റ്റ് മന്ത്, വർഷത്തിലെ ഫസ്റ്റ് മാസമാണ് ചൈത്രം. ചൈത്ര മാസത്തിലാണ് നമ്മൾ എന്താഘോഷിക്കുന്നത്? രാം നവമി ആഘോഷിക്കുന്നത്. രാം നവമി സെലിബ്രേറ്റ് ഓൺ ചൈത്ര. ഏത് മാസമാണ്? ചൈത്ര മാസത്തിലാണ് ആഘോഷിക്കുന്നത്. ദെൻ സെക്കൻഡ്, രണ്ടാമത്തത് ജന്മാഷ്ടമി. ആരുടെ ബർത്ത്ഡേടാ? ശ്രീകൃഷ്ണ ജയന്തി അല്ലേ? രാംനവമി രാമന്റെ ജന്മദിനം, ജന്മാഷ്ടമി ശ്രീകൃഷ്ണന്റെ ജന്മദിനം. അപ്പൊ ശ്രീകൃഷ്ണ ജയന്തി എന്നാണ്? ഏത് മാസോടാ? ഭദ്രപദ മാസത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി അഥവാ ഗോകുല അഷ്ടമി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അത് ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണ്? ഭദ്രപദ മാസത്തിൽ. ദെൻ സിക്സ്ത് വൺ നമ്മുടെ ശിവരാത്രി. ഏത് മാസം? ശിവരാത്രി ഫൽഗുന ഇപ്പൊ 2 ഫെസ്റ്റിവൽ അല്ലേ? ഫൽഗുനയിലെ പൂർണിമയിൽ ഹോളിയും ഫൽഗുന മാസത്തിൽ തന്നെയാണ് മറ്റൊരു ഫെസ്റ്റിവലാണ് ഏത്? നമ്മുടെ ശിവരാത്രി വരുന്നതും ഏത് മാസത്തിൽ തന്നെയാണ്? ഫൽഗുന മാസത്തിൽ തന്നെയാണ് ശിവരാത്രി വരുന്നത്. ദെൻ 7ാമത്തെ ഫെസ്റ്റിവൽ ഏതാണ്? ദസറ. ഏത് ഫെസ്റ്റിവൽ ഏതാണ്? ദസറ നമ്മുടെ ഈ വർഷം CSL എക്സാമിന് ചോദിച്ചതാണ്. ഏത് മാസത്തിലാണ് ദസറ ആഘോഷിക്കുന്നത്? അശ്വനി മാസത്തിലാണ്. ഏത് മാസത്തിലാണ്? അശ്വനി മാസത്തിലാണ് എന്താഘോഷിക്കുന്നത്? ദസറ ആഘോഷിക്കുന്നത്. ഏത് മാസത്തിലാണ്? അശ്വനി മാസത്തിലാണ് എന്താഘോഷിക്കുന്നത്? ദസറ ആഘോഷിക്കുന്നത്. ഈ തവണ നമ്മുടെ എക്സാമിന് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദസറ എന്ന് പറയുന്ന 7ാമത്തെ ഫെസ്റ്റിവൽ. സോ ഈ ഫെസ്റ്റിവലൊക്കെ ഏത് മതമായി ബന്ധപ്പെട്ട് പറഞ്ഞതാ? ഹിന്ദു മതമായി. ഇനി ഇങ്ങനെയും ചോദിക്കും കേട്ടോ, ഇങ്ങനെ ഫെസ്റ്റിവലിന്റെ പേര് ചോദിക്കും. ഏത് മതമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലാണ് ഈ ഫെസ്റ്റിവൽ എന്ന് ചോദിക്കും. സോ ഇപ്പൊ നമ്മൾ പഠിച്ച ഇത്രയും ഫെസ്റ്റിവൽ ഏത് മതമായി ബന്ധപ്പെട്ടതാ? ഹിന്ദു മതമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ്. അതും ഏത് കലണ്ടർ ബേസ് ചെയ്ത്? ശകവർഷം ബേസ് ചെയ്ത് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ്. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു മതത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മതമാണ് ബുദ്ധിസ്റ്റ്. നമ്മുടെ ഇപ്പൊ ഒരു പാറ്റേണിൽ സ്ഥിരമായി ചോദിക്കുന്നത് ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ഉള്ള ഫെസ്റ്റിവൽസ് ആണ്. സോ ബുദ്ധിസ്റ്റിന്റെ ഫെസ്റ്റിവൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബുദ്ധ പൂർണിമ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധ പൂർണിമ എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ജന്മദിനമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇത് ബുദ്ധ പൂർണിമ. സോ ഇത് പ്രീവിയസ് ചോദ്യമുണ്ട്. ബുദ്ധ പൂർണിമ is celebrated on which month of ഹിന്ദു കലണ്ടർ? നമ്മുടെ ശകവർഷത്തിൽ തന്നെ ഏത് മാസത്തിലാണ് ഈ ബുദ്ധ പൂർണിമ എന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. സോ ശകവർഷത്തിൽ തന്നെ കണക്കാക്കിയാൽ ശകവർഷത്തിലെ വൈശാഖ മാസത്തിൽ അത് എന്ത് ഡേയാ? ഒരു ഫുൾ മൂൺ ഡേയാ. അപ്പൊ ബുദ്ധ പൂർണിമ ഒരു ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവൽ ആണ് കേട്ടോ. പക്ഷെ ബുദ്ധിസ്റ്റിന്റെ ഫെസ്റ്റിവൽ ആണ്. പക്ഷെ ശകവർഷ കണക്ക് പ്രകാരം വൈശാഖ മാസത്തിലെ പൂർണ്ണചന്ദ്രനുള്ള ദിവസത്തിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത്. ബുദ്ധ
പൂർണിമ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് മന്ത്? ഏത്? വൈശാഖ പൂർണിമ. വൈശാഖ മാസത്തിലെ പൂർണ്ണചന്ദ്രനുള്ള ദിവസത്തിലാണ് ഏത് ഫെസ്റ്റിവൽ? ബുദ്ധ പൂർണിമ. എവിടെയാ ബുദ്ധന്റെ ജന്മസ്ഥലം? ബുദ്ധൻ ജനിച്ചതല്ലേ? ജനിച്ച സ്ഥലം കൂടി നമുക്ക് പറഞ്ഞുകൂടെ? എവിടെയാ? ബീഹാറിലെ നേപ്പാളിലെ ലുംബിനി. നേപ്പാളിലെ ലുംബിനിയിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത്. ജനിച്ച മാസം വൈശാഖ മാസമാണ്. ആ ഡേ ബുദ്ധ പൂർണിമ എന്ന ഫെസ്റ്റിവലായി ആഘോഷിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഫെസ്റ്റിവൽ ഈ വർഷം തന്നെ ഒരു എക്സാമിന് ചോദിച്ചതാണ്. ഉല്ലംബന ഫെസ്റ്റിവൽ ഏത് മതക്കാരുടെ ഫെസ്റ്റിവലാണ്? ഈ വർഷം തന്നെ CGL എക്സാമിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ്. ഉല്ലംബന ഫെസ്റ്റിവൽ ഏത് മതക്കാരുടെ ഫെസ്റ്റിവലാണ്? ഉല്ലംബന ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവൽ നമ്മുടെ ഈ അമേരിക്കയുടെ ഹാലോവൻ ഇല്ലേ, അമേരിക്കയുടെ ഹാലോവൻ ഫെസ്റ്റിവൽ പോലെ ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഒരു ഗോസ്റ്റ് ഫെസ്റ്റിവൽ എന്നും പറയും. ഗോസ്റ്റ് ഫെസ്റ്റിവൽ, ബുദ്ധിസ്റ്റിന്റെ ഒരു ഗോസ്റ്റ് ഫെസ്റ്റിവൽ ആയിട്ട് കണക്കാക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? ഉല്ലംബന ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഏത്? ഉല്ലംബന. ദെൻ തേർഡ് വൺ, ഈ വർഷം ഇപ്പൊ കഴിഞ്ഞ CGL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഹെമിസ് ഫെസ്റ്റിവൽ. ഈ വർഷം 2 CGL ചോദിച്ചു, ഈ വർഷം കഴിഞ്ഞ CSL എക്സാമിന് ചോദിച്ചതാണ്. ഹെമിസ് ഫെസ്റ്റിവൽ ഏത് മതക്കാരുടെ ഫെസ്റ്റിവലാണ്? ഏത് മതക്കാര്? ബുദ്ധിസ്റ്റ്. ആരുടെയാണ്? ബുദ്ധിസ്റ്റ്. പിന്നെ CSL എക്സാമിന് ചോദിച്ചത് ഈ ഹെമിസ് ഫെസ്റ്റിവൽ ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ഫെസ്റ്റിവലാണ്? ഇന്ത്യയുടെ ഒരു പ്രദേശത്താണ് ഈ ഹെമിസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതെവിടെ? അതാണ് ചോദ്യം. അതെവിടെ? ഈ ഹെമിസ് നമുക്ക് വേറൊരു ഉത്തരം കൂടി ഉണ്ടല്ലേ. കാരണം എന്താ? ഹെമിസ് എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി ഇന്ത്യയിലുണ്ടല്ലേ. ഹെമിസ് മൊണാസ്ട്രി. എന്താണ് ഈ മൊണാസ്ട്രി? ബുദ്ധമതക്കാരുടെ ആരാധന കേന്ദ്രം, വർഷിപ്പ് സെന്റർ ആണ് എന്ത്? മൊണാസ്ട്രികൾ എന്ന് പറയും അല്ലെ. തവാങ് മൊണാസ്ട്രി, കീ മൊണാസ്ട്രി, ഹെമിസ് മൊണാസ്ട്രി. അതിലെവിടെയാ ഹെമിസ് മൊണാസ്ട്രി ഇരിക്കുന്നത്? ഹെമിസ് മൊണാസ്ട്രി ഇരിക്കുന്നത് നമ്മുടെ ലഡാക്കിലാണ് അല്ലേ. ലഡാക്കിലെ ലേ സിറ്റിയാണ് ലഡാക്കിലെ ലേ സിറ്റിയിലാണ് എന്തിരിക്കുന്നത്? ഹെമിസ് മൊണാസ്ട്രി. അപ്പൊ എവിടത്തെ ബുദ്ധിസ്റ്റുകളാണ് ഹെമിസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്? ലഡാക്കിലെ ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? ഹെമിസ് ഫെസ്റ്റിവൽ ആരാ ആഘോഷിക്കുന്നത്? ലഡാക്കിലെ ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഏത്? ഹെമിസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ഫെസ്റ്റിവൽ നമ്മൾ നോക്കാം. നമ്മുടെ നാലാമത്തെ ഫെസ്റ്റിവലാണ് ലുംബിനി ഫെസ്റ്റിവൽ. നാലാമത്തെ ഫെസ്റ്റിവൽ ഏതാണ്? ലുംബിനി ഫെസ്റ്റിവൽ. കേട്ടാ, വളരെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ലുംബിനി ഫെസ്റ്റിവല്. നമുക്ക് ലുംബിനി സ്ഥലം നമുക്കറിയാം, നേപ്പാളിൽ. നമ്മൾ കുറച്ചും പഠിച്ചു, ബുദ്ധന്റെ ജന്മസ്ഥലമാണ് നേപ്പാളിലെ ലുംബിനി. പക്ഷേ ലുംബിനി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലാണ്. അതും ഏത് സ്റ്റേറ്റ് എന്നറിയോ? ആന്ധ്രാപ്രദേശാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും കേട്ടാ. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ലുംബിനി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ലുംബിനി ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത്? ആഘോഷിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ലുംബിനി നമ്മൾ നോക്കുമ്പോൾ അങ്ങ് നോർത്തിലാണ്, നേപ്പാളാണല്ലോ. സോ നമ്മൾ സിക്കിമോ ഹിമാചൽ പ്രദേശോ ഒക്കെ നമ്മൾ ഗസ് ചെയ്യും. കാരണം ടിബറ്റുമായിട്ട് അതിർത്തിയുള്ളത് ആ പ്രദേശമാണ്. നേപ്പാൾ മാറ്റൊക്കെ വരുന്ന ആ റീജിയനൊക്കെയാണ് അല്ലേ. പക്ഷേ ലുംബിനി ഒരു സൗത്ത് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ്. ഏത് സ്റ്റേറ്റിലാണ്? ആന്ധ്രാപ്രദേശിലെ ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? ലുംബിനി ഫെസ്റ്റിവൽ. ദെൻ ലാസ്റ്റ് അഞ്ചാമത്തെ ഫെസ്റ്റിവൽ ലോസർ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ലോസർ നമ്മുടെ ടിബറ്റിലെ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന അവരുടെ ഒരു ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കാറുണ്ട്. ടിബറ്റൻ ന്യൂ ഇയർ എന്ന് പറയും കേട്ടോ. ടിബറ്റിലെ ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഒരു പുതുവത്സരം ടിബറ്റൻ ന്യൂ ഇയർ എന്നാണ് എന്തിനറിയപ്പെടുന്നത്? ലോസർ ഫെസ്റ്റിവൽ അറിയപ്പെടുന്നത്. ലോസർ നമ്മുടെ ടിബറ്റിന്റെ അതിർത്തി കിടക്കുന്ന സ്റ്റേറ്റ് ഒക്കെ, അതായത് ലഡാക്ക്, അതുപോലെ ഹിമാചൽ പ്രദേശ്, സിക്കിം, അരുണാചൽ, ഈ പറഞ്ഞ സ്റ്റേറ്റിലൊക്കെ എന്ത് ബാധകമാണ്? ലോസർ ബാധകമാണ്. കാരണം ടിബറ്റിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ്. ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ടിബറ്റുമായിട്ട് അതിർത്തിയുള്ള ബുദ്ധിസ്റ്റ് പ്രദേശങ്ങൾ അല്ലെ. ലഡാക്ക്, ഹിമാചലിൽ ഒരു മൊണാസ്ട്രി ഉണ്ടല്ലോ. ഏതാ? ഹിമാചൽ പ്രദേശിലെ മൊണാസ്ട്രി. ഹിമാചൽ പ്രദേശിലാണ് കീ മൊണാസ്ട്രി വരുന്നത് അല്ലേ. കീ മൊണാസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രിയാണ് കീ. നമ്മുടെ ഹിമാചലിൽ തന്നെ സ്പിത്തി വാലിയിൽ, ഹിമാചലിലെ സ്പിത്തി വാലിയിൽ വരുന്ന ഒരു മൊണാസ്ട്രിയാണ് ഏത്? കീ മൊണാസ്ട്രി കേട്ടാ. കീ മൊണാസ്ട്രി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അരുണാചലിലെ തവാങ് മൊണാസ്ട്രി. അരുണാചലിലെ ഏറ്റവും മൊണാസ്ട്രിയാണ് തവാങ് മൊണാസ്ട്രി. താങ്കൾ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് അല്ലേ. സോ അതൊക്കെ ടിബറ്റുമായിട്ട് അതിർത്തി ഉള്ളതാണ്. സോ അവിടെ എല്ലാം എന്തിന് കണക്ഷൻ ഉണ്ട്? ലോസറിന് കണക്ഷൻ ഉണ്ട്. സോ ലോസർ
ടിബറ്റൻ ന്യൂ ഇയർ എന്ന് അറിയപ്പെടുന്നു. സോ ഇതൊക്കെ ഏത് മതമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവലാണ്? ബുദ്ധമതം. അതുപോലെ മറ്റൊന്നാണ് മഗാപൂജ എന്ന് പറയും, വേറൊരു ഫെസ്റ്റിവൽ, മഗാപൂജ ഫെസ്റ്റിവൽ. ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് മഗാപൂജ. സോ നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെ വെച്ചാൽ മഗാപൂജ റിലേറ്റഡ് ടു ഏതാണ്, വിച്ച് റിലീജിയൻ, ഏത് മതമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് മഗാപൂജ അല്ലെങ്കിൽ ഉല്ലംബന അല്ലെങ്കിൽ ഹെമിസ് ഒക്കെ ചോദിക്കും. സോ മെയിൻലി നോക്കുക, ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, നമുക്ക് അടുത്ത റിലീജിയനിലേക്ക് പോയാലോ. അടുത്ത നമ്മൾ നോക്കുന്ന റിലീജിയസ് ആണ് തേർഡ് വൺ, ജൈനമതം. ജൈനമതക്കാർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഏതൊക്കെ നോക്കാം. ജൈനമതം ആഘോഷിക്കുന്ന ഫസ്റ്റ് ഫെസ്റ്റിവൽ ആണ് നമ്മുടെ മഹാവീർ ജയന്തി. നമ്മുടെ മഹാവീരൻ ആരാ? മഹാവീരൻ ജൈനമതത്തിലെ 24ാമത്തെ ഗ്രേറ്റ് ടീച്ചർ അല്ലെങ്കിൽ തീർത്ഥങ്കരൻ അല്ലെ. 24ാമത്തെ തീർത്ഥങ്കരനാണ് ആര്? വർത്തമാന മഹാവീരൻ. ആ മഹാവീരൻ ജനിച്ച ദിവസത്തെ മഹാവീർ ജയന്തിയായി ജൈനമതക്കാര് ആഘോഷിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചോദിക്കാം, ശകവർഷ പ്രകാരം ഏത് മാസത്തിലാണ് മഹാവീർ ജയന്തി എന്ന് ചോദിച്ചാൽ ചൈത്രത്തിലാണ് കേട്ടോ. ചൈത്ര മാസത്തിലാണ് ആര് ജനിച്ചത്? മഹാവീരൻ, വർത്തമാന മഹാവീരൻ ജനിച്ചത്. ആ ദിവസത്തിൽ ജൈനമതക്കാർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? മഹാവീർ ജയന്തി എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഫെസ്റ്റിവൽ ഈ കഴിഞ്ഞ CGL-ലും ഇതിനു മുമ്പ് ലാസ്റ്റ് CGL കഴിഞ്ഞ 2022 3 ചോദിച്ചിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ പര്യൂഷണ ഫെസ്റ്റിവൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയൻ? ഏത് മതക്കാർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് പര്യൂഷണ ഫെസ്റ്റിവൽ? ഏത് മതക്കാരാ? ജൈന മതക്കാര് ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഇത്, പര്യൂഷണ ഫെസ്റ്റിവൽ. ഏത് മതക്കാരാണ്? ജൈന മതക്കാർ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഇത്, പര്യൂഷണ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ 2 ഫെസ്റ്റിവൽ നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നു സിഖ് മതം. നമ്മുടെ അടുത്തൊരു മതമാണ്. സിഖ് മതവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ നമുക്ക് നോക്കാം. ഇപ്പൊ കഴിഞ്ഞ CGL-ന് ചോദിച്ചൊരു ചോദ്യമാണ് ഹോല മഹല്ല ഫെസ്റ്റിവൽ. ഇപ്പൊ CGL ചോദിച്ചതാണ് ഹോല മഹല്ല ഏത് മതക്കാർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ്? ഹോല മഹല്ല സിഖ് മതക്കാർ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഏത്? ഹോല മഹല്ല ഫെസ്റ്റിവൽ. ഇതൊരു 3 ദിവസത്തെ ഫെസ്റ്റിവലാണ്. സിഖ് മതക്കാര് സ്പ്രിംഗ് ടൈമിൽ, അതും സ്പ്രിംഗ് സീസണിൽ ആഘോഷിക്കുന്ന ഒരു 3 ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഹോല മഹല്ല. ഹോല മഹല്ല ആരംഭിച്ചത് 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത് കേട്ടോ. ഹോല മഹല്ല എന്ന ഫെസ്റ്റിവൽ തുടങ്ങിയത് ആരാണ്? 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ഈ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയത്. ഏത് ഫെസ്റ്റിവൽ? ഹോല മഹല്ല എന്ന് പറയുന്ന ഈ ഒരു ഫെസ്റ്റിവൽ 3 ദിവസം വരുന്ന ഫെസ്റ്റിവലാണ് ഏത്? ഹോല മഹല്ല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഏത് മതമായി ബന്ധപ്പെട്ടതാ? സിഖ് മതമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹോല മഹല്ല. ദെൻ രണ്ടാമത്തത് ഗുരുനാനാക്ക് ജയന്തി. നമുക്കറിയാം ഗുരുനാനാക്ക് എന്ന് പറയുമ്പോൾ ആരാണ്? സിഖ് മതത്തിന്റെ സ്ഥാപകനാണ് അല്ലെ. സിഖ് മത ഫസ്റ്റ് ഗുരു, സിഖ് മതത്തിന്റെ ആദ്യത്തെ ഗുരുവാണ് ആര്? ഗുരുനാനാക്ക്. അദ്ദേഹത്തിന്റെ ജന്മദിവസം ആണ് ഗുരുനാനാക്ക് ജയന്തി അല്ലെ. ഈ ഗുരുനാനാക്ക് ജയന്തി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഗുരുനാനാക്ക് ജയന്തി നമുക്ക് വേറൊരു പേരും പറയട്ടെ, ഗുരുപുറബ് എന്നും പറയും. ഗുരുപുരബ് അഥവാ ഗുരുനാനാക്ക് ജയന്തി. ഇത് ഏത് മാസത്തിൽ, ശകവർഷ പ്രകാരം ഏത് മാസത്തിലാണ് ഈ ഫെസ്റ്റിവൽ എന്ന് ചോദിക്കും. ശകവർഷ പ്രകാരം ഗുരുനാനാക്ക് ജയന്തി അഥവാ ഗുരുപുരബ് വരുന്നത് കാർത്തികയിലാണ് കേട്ടോ. കാർത്തിക പൂർണിമയിലാണ്. കാർത്തിക മാസത്തിലെ പൂർണ്ണചന്ദ്രൻ. സോ ഒരു ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാണ് ഗുരുനാനാക്ക് ജയന്തി. ഒരു ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാണ് കേട്ടോ. ഒരു പൂർണ്ണചന്ദ്രനുള്ള ദിവസത്തിലാണ് ഗുരുനാനാക്ക് ജനിച്ചത് അല്ലേ. സോ ഒരു ഫുൾ മൂൺ ഡേ ഫെസ്റ്റിവലാണ്. അതും ഏത് മാസത്തിലാണ്? കാർത്തിക. കുറച്ച് നമ്മൾ കണ്ടു കാർത്തികയിലെ അമാവാസിയിൽ നമ്മൾ ഫെസ്റ്റിവൽ കണ്ടല്ലേ, ഒരേ മാസം. കാർത്തിക മാസത്തിലെ അമാവാസി, കാർത്തികയിലെ പൂർണിമ. കാർത്തികയിലെ അമാവാസി ആയിരുന്നു ഏത്? ദീപാവലി അല്ലേ. എന്നാൽ കാർത്തികയിലെ ഫുൾ മൂൺ ഡേയിലാണ് ഏത് ആഘോഷിക്കുന്നത്? സിഖ് മതക്കാരുടെ ഗുരുനാനാക്ക് ജയന്തി അഥവാ ഗുരുപുരബ് ആഘോഷിക്കുന്നത് കേട്ടോ. കാർത്തികയിലെ പൂർണിമ, പൂർണ്ണചന്ദ്രനുള്ള ദിവസത്തിലാണ്. ദെൻ ഏറ്റവും 3ാമത്തെ ഫെസ്റ്റിവൽ
സിഖ് മതക്കാരുടെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സിഖ് മതക്കാരുടെ ന്യൂ ഇയർ എന്നറിയപ്പെടുന്ന ബൈശാഖി ഫെസ്റ്റിവൽ കേട്ടോ. സിഖ് മതക്കാരുടെ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ സിഖ് മതക്കാരുടെ ന്യൂ ഇയർ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവലാണ് ഇത് ബൈശാഖി ഫെസ്റ്റിവൽ. സോ ഇത് മൂന്നും ഏത് മതമായി ബന്ധപ്പെട്ടുള്ള ഫെസ്റ്റിവലാണ്? സിഖ് മതവുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ. ഏതൊക്കെയാണ്? ഹോല മഹല്ല, ഗുരുനാനാക്ക് ജയന്തി, അതുപോലെ സിഖ് മതക്കാരുടെ ന്യൂ ഇയർ അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഏതാ? ബൈശാഖി ഫെസ്റ്റിവൽ. ഏത് ഫെസ്റ്റിവൽ? ബൈശാഖി. ബൈശാഖി ഫെസ്റ്റിവൽ നമുക്ക് മെയിൻലി പറഞ്ഞത് എപ്പോഴെന്ന് അറിയാമോ? നമ്മുടെ ഏപ്രിലാണ്. ഒരിക്കലും എക്സാം ചോദിച്ചു കേട്ടോ. ഏപ്രിൽ, അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ വിഷു ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് വിഷു ഒക്കെ വരുന്ന ആ സമയത്താണ്, ഒരു ഏപ്രിൽ 13, 14 ആ പീരീഡിലാണ് ഈ ബൈശാഖി ഫെസ്റ്റിവൽ. അപ്പൊ ഏത് സ്റ്റേറ്റാ? പഞ്ചാബ് അല്ലെ. പഞ്ചാബിന്റെ ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആയിട്ട് കൂടി നമുക്ക് പറയാം ഏത്? ബൈശാഖി ഫെസ്റ്റിവൽ. ഏത് മാസത്തിലാണ്? ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ. നമ്മുടെ ഏപ്രിൽ വിഷു, നമുക്ക് വിഷു ഒക്കെ വരുന്നത്. അപ്പം വിഷു നമുക്ക് കേരളത്തിന് എന്താ? നമ്മളെ നാഷണൽ ഫെസ്റ്റിവലാണ് വിഷു. കേരളത്തിന് എന്താണ് വിഷു എന്ന് പറയുന്നത്? കേരളത്തിന് എന്താണ് വിഷു? കേരളത്തിന്റെ ന്യൂ ഇയർ അല്ലേ? നമ്മുടെ കേരളത്തിന്റെ ന്യൂ ഇയർ ആറ്റ്, കേരള ന്യൂ ഇയർ ആറ്റ് നമ്മൾ കണക്കാക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? വിഷു എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ കേരളത്തിന്റെ ന്യൂ ഇയർ ആണ് എന്ത്? വിഷു. ആ സമയത്ത് പഞ്ചാബിന്റെ ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? ബൈശാഖി ഫെസ്റ്റിവൽ കേട്ടോ. നമുക്കിവിടെ കേരള ന്യൂ ഇയർ, കേരളത്തിന്റെ ന്യൂ ഇയർ ഏതാണ്? വിഷു. അതുപോലെ ഇതേ പർട്ടിക്കുലർ ഡേ നമുക്ക് വിഷു ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെ തമിഴ്നാട്ടിനും ന്യൂ ഇയർ ആണ്. തമിഴ്നാട്ടിൽ ന്യൂ ഇയർ ആണ്. അതാണ് പൂത്താണ്ട് എന്ന് പറയും. പൂത്താണ്ട് മഹോത്സവം. പൂത്താണ്ട് മീൻസ് ഒന്ന് നോക്കാണ്. പൂത്താണ്ട് പുതിയ ആണ്ട്. പുതിയ ആണ്ട് മീൻസ് എന്താ? വർഷം, പുതുവർഷം. തമിഴ്നാടിന്റെ ന്യൂ ഇയർ പൂത്താണ്ട്, കേരളത്തിന്റെ ന്യൂ ഇയർ എന്താണ്? വിഷു കേട്ടോ. അതുപോലെ പഞ്ചാബിന്റെ ഒരു ന്യൂ ഇയർ അല്ലെ സിഖ് മതക്കാരുടെ ഒരു ന്യൂ ഇയർ ആയി ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? വൈശാഖി ഫെസ്റ്റിവൽ. ഇതൊക്കെ ഏത് മാസത്തിലാണ്? നമുക്കറിയാം വിഷു ഒക്കെ പറഞ്ഞത് ഏപ്രിൽ മാസമല്ലേ. സോ ഇതെല്ലാം ഏപ്രിൽ മാസത്തിൽ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ്. സോ ഇത് നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം റിലീജിയസ് പരമായിട്ട് ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസ് കൂടിയാണ്. സോ ഇത് ഡയറക്റ്റ് അവർ തരും, എന്നിട്ട് ഏത് മതം എന്ന് കൂടി ചോദിക്കും. പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ, ഈ ഒരു വീഡിയോ സെഷൻ നമ്മൾ നോക്കിയത് എന്താ? ഇന്ത്യയിലെ മതപരമായി അല്ലെ റിലീജിയസ് പരമായി ആഘോഷിക്കുന്ന ഹിന്ദു മതമായി ബന്ധപ്പെട്ടും ബുദ്ധ മതമായി ബന്ധപ്പെട്ടും ജൈന മതമായി ബന്ധപ്പെട്ടും സിഖ് മതമായി ബന്ധപ്പെട്ടും ഇന്ത്യയിൽ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ആണ് അല്ലെ. സോ നമുക്ക് അടുത്ത് ഞാൻ ഇതുപോലുള്ള ടോപ്പിക്ക് മാറ്റി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.